ബി.ജെ.പി. ജംബോ കോർ കമ്മിറ്റിയിൽ വനിതകളെ അവഗണിച്ചുവെന്ന് പരാതി. ബി.ജെ.പി. സംസ്ഥാന വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. ടി.പി. സിന്ധുമോളാണ് കടുത്ത വിമർശനം ഉയർത്തിയത്. വിവരങ്ങളുമായി വിജിൻ വായാന്തോടുണ്ട്. വിജിൻ, ഇന്നലെ തന്നെ സി.കെ. പത്മനാഭൻ ഒരു കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ കമ്മിറ്റി ഒരു പുനഃപ്രസിദ്ധീകരണമൊക്കെ നടത്തിയിരുന്നു പട്ടികയിൽ. അപ്പോൾ ഇപ്പോഴും ഭിന്നത തുടരുകയാണോ? എന്താണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെയാണ് ബി.ജെ.പി. 21 കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത്. അതൊരു ജംബോ കമ്മിറ്റിയായിരുന്നു. അതിനുശേഷം സി.കെ. പത്മനാഭൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായതിനെതിരെ വലിയ കടുത്ത വിമർശനം നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും 22 അംഗങ്ങളാക്കി കോർ കമ്മിറ്റി പട്ടിക വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചത്. ഇതിൽ പക്ഷേ ഒരു വനിത മാത്രമാണുള്ളത്. ആകെയുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ടി.പി. സിന്ധുമോൾ പരസ്യ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വനിതകളെ കൂടുതൽ ശക്തരാക്കണം എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലാണ് 2022 അത്തരം പ്രസംഗമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടായത്. 2025 കേരളത്തിലെ ബി.ജെ.പിക്ക് അത്തരമൊരു ബോധം ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് വിമർശനം. എന്തായാലും ആ വിമർശനം ശക്തമായ നിലയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് എതിരായി ഉയർത്തുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല നേതാക്കൾക്കും നിലവിൽ കോർ കമ്മിറ്റിയിൽ പരിഗണന ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളുണ്ട്. അതാണ് കൂടുതൽ ശക്തമായ നിലയിൽ സംസ്ഥാന നേതാക്കളെ തന്നെ അവർ നേരിട്ട് അറിയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരം പ്രതികരണങ്ങൾ കൂടുതൽ ഉണ്ടാകാനാണ് സാധ്യത. ആദ്യമായാണ് കഴിഞ്ഞ തവണയൊക്കെ 13 അംഗ കോർ കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നെങ്കിൽ 22 അംഗ കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചത് നേരത്തെ ഉണ്ടായിരുന്ന ചില പ്രതിഷേധങ്ങൾ ഒക്കെ ഒഴിവാക്കാനായിരുന്നു. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കി എന്നതുൾപ്പെടെയുള്ള കടുത്ത തരത്തിലുള്ള അമർഷവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തവണ കോർ കമ്മിറ്റി 22 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി അത് പുനഃസംഘടിപ്പിച്ചത്. എന്തായാലും അതിനിടയിലാണ് വനിതകൾക്ക് തീരെ പ്രാതിനിധ്യം ഇല്ല എന്നുള്ള നിലയിലുള്ള വിമർശനവും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.